അടുത്തറിയാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് യു എയിലെ തന്നെ ഫേമസ് റെസ്റ്റോറന്റ് ആയ ദം സ്റ്റോറീസ് കണ്ണൂരിനെ പറ്റിയാണ്. പറയുന്നത് ഒരു ഫുഡ് ഹബ്ബാണ്. പല വിധത്തിലുള്ള രാജ്യത്തിലുള്ള ഭക്ഷണങ്ങളും ഒക്കെ നമുക്കിവിടെ കിട്ടും. പക്ഷെ ഈ ദം സ്റ്റോറീസ് കണ്ണൂരിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ വെറൈറ്റി ആയിട്ട് എന്താണ് ഇവിടുത്തെ വെറൈറ്റി? ദം സ്റ്റോറീസ് കണ്ണൂരിന്റെ ഒരു പാർട്ട്ണറാണ്. അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങളുടെ പേരെന്താ? എവിടെയാ നാട്ടില്? കണ്ണൂര്. കണ്ണൂര് മംഗലം ബിരിയാണി. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആരാ ഇതായിരുന്നു? ആയിട്ടായിരുന്നു ഞാൻ തന്നെയാണ് കോൺസെപ്റ്റിന്റെ. ഫ്രഷ് ബീഫ് കൊടുക്കണം എന്നുള്ള ഒരു മനസ്സിലാഗ്രഹം. ഫ്രഷ് പോത്ത്, ഒരു പോത്തിന്റെ ഫാനാണ് ഞാൻ. പോത്ത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇവിടെ പോലെ നമ്മുടെ മനസ്സിനൊരു തൃപ്തി കിട്ടലില്ല. ഫ്രഷ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഫ്രഷ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എല്ലാവർക്കും. മനസ്സ് നിറച്ച് കഴിക്കണം എന്നുള്ളത് അതിന്റെ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ റെസ്റ്റോറന്റ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണോ? അല്ല, ഏകദേശം 2017 മുതൽ. 2017 മുതലുണ്ട്. നമ്മുടെ സ്വന്തമായിട്ടുള്ള 2017 മുതൽ സ്റ്റാർട്ട് ചെയ്തു. എവിടെയൊക്കെ ബ്രാഞ്ചസ്? വേറെ ബ്രാഞ്ച് ഉണ്ട്? ഇത് ദം സ്റ്റോറീസ് കണ്ണൂർ ഫസ്റ്റ് ബ്രാഞ്ചാണ്. ബാക്കി ഷവർമ, ചാർക്കോള് ഐറ്റംസ് ആണ്. അൽച്ചായ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. അത് നിങ്ങളതാണ് അല്ലെ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റില് ഇതിലേക്ക് ബിരിയാണിന്റെ ഒരു കോൺസെപ്റ്റില് അതെ. എല്ലാരും ഇവിടെ ഇപ്പൊ പോത്ത് ബിരിയാണി ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ. നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ യു എയിൽ എന്ന് വെച്ചാൽ എല്ലാ ഭക്ഷണവും കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ എല്ലാരും ഇത്രയും തിരക്ക് കണ്ടപ്പോ അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പൊ നമ്മൾ ആർക്കും ഒരു എന്താ പറയണ്ട ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. അത്രയും ആൾക്കാർ ഇവിടെ റഷ്, കുറെ ആൾക്കാർ തിരിച്ചു പോകുന്നുണ്ട്. അപ്പം ആ ഒരു തിരിച്ചു പോകുന്നതിൽ വളരെയധികം സങ്കടമുണ്ട്. ആൾക്കാർ വന്നിട്ട് മനസ്സ് നിറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പൊ മാക്സിമം ഇപ്പൊ ക്രൗഡിനെ കുറക്കാം. ആൾക്കാരെ വിളിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വന്നതാണ് ഏറ്റവും ബെറ്റർ. തുടങ്ങിയ ഒരു കുറഞ്ഞ കാലയളവിൽ ഇത്രയും ആൾക്കാർ അറിഞ്ഞ് ഇവിടെ കൊല്ലാണ് നമ്മുടെ ഈ റെസ്റ്റോറന്റ് ഉള്ളത്. ഗോഡ് ബ്ലസ്. ഗോഡ് ബ്ലസ്. എപ്പോഴും അതാ ഞാൻ ഷെഫിനോട് ചിന്തിക്കുന്നതേ അല്ല. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഈ ഒരു ബിസിനസ്സോ അല്ലെ ഈ ഒരു ക്രൗഡോ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. നമ്മളൊരു നോർമലി എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ്. നമ്മളല്ലെങ്കിൽ നാട്ടിൽ പോയിട്ടാണ് നമ്മള് ഒരു ഫ്രഷ് ബീഫ് അല്ലെ കാര്യങ്ങളൊക്കെ ആൾക്കാർ കഴിക്കാം. നമുക്ക് അത് ഇവിടെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ്. പല അവിടുന്ന് പുറമെ നിന്ന സമയത്ത് പല സ്ഥലത്തും അബുദാബിന്ന് വരുന്ന ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അവരെല്ലാം വന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഇപ്പൊ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ അല്ല. നമ്മൾക്ക് മനസ്സ് നിറക്കാൻ പറ്റുന്നില്ല. ഷെഫ് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പൊ 2000 പേർക്കുള്ളതാണ് വീക്കെൻഡിൽ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഫ്രഷ് മട്ടൺ ഉണ്ട് അല്ലെ? ഫ്രഷ് മട്ടൺ ഡെയിലി ഫ്രഷ് മട്ടൺ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും അല്ലേ? ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു ക്രൗഡിൽ വന്നിട്ട് നല്ലൊരു പ്രശ്നമില്ല. മീൻസ് അത് കുറച്ച് നേരത്തെ അവര് വരട്ടെ. നമ്മളിപ്പോ ഇത് നേരത്തെ വന്ന് പോകുമ്പോ മനസ്സ് നമ്മൾക്ക് തിരിച്ചു പോകുമ്പോ
മനസ്സ് അത് വല്ലാതെ അവർക്ക് മനസ്സിലാവുമല്ലോ. അത് നമ്മൾ ഇപ്പോൾ ഞാൻ അതിലെ ആൾക്കാരെ തിരിച്ചേക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എനിക്ക് പോകണം. വെയിലത്ത് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ? ഞാൻ ഒന്ന് അവരെ ഇവര് പറഞ്ഞു കിച്ചണൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ടല്ലേ നിങ്ങള്? കിച്ചൺ എക്സ്പാൻഡ് ചെയ്യാം. ടൈം എടുക്കും, എന്തായാലും 1 month എന്തായാലും എടുക്കും. 1 month എടുക്കും. അപ്പൊ ഈ വീക്കെൻഡിൽ എല്ലാ ദിവസവും ചിക്കനും അവൈലബിൾ ആണ്. പക്ഷെ ചിക്കൻ നോർമൽ ബിരിയാണി മാത്രമാണ്. അപ്പം ദം സ്റ്റോറീസ് കണ്ണൂരിലെ മെയിൻ ഷെഫാണിത്. അപ്പൊ ഷെഫിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പം ഇവിടെ ദം സ്റ്റോറീസിൽ നിങ്ങൾ എന്താണ് സ്പെഷ്യല്? നമ്മുടെ സ്പെഷ്യൽ എടുത്ത് ലൈവായിട്ട് അറുത്തിട്ടുള്ള ബിരിയാണിയാണ്. പോത്ത് ബിരിയാണി. മട്ടൻ ഇവിടെ പോത്ത് ലൈവായിട്ട് കൊണ്ടുപോയിട്ട് അറുത്തിട്ട്, ഇവിടെ അധികം ഹോട്ടലും ഫ്രോസൺ ആണല്ലോ, ഇവിടെ ഫ്രഷ് ആണ്. ഫ്രഷ് ബിരിയാണി. അത് മട്ടൺ ആയാലും ബീഫ് ആയാലും. ചിക്കൻ ഉണ്ടോ ഇവിടെ? ചിക്കൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞായർ, വെള്ളി, ശനി ദിവസം ചിക്കൻ ആക്കുന്നില്ല. ഈ വീക്കെൻഡിൽ ചിക്കൻ ഇല്ല. കൊടുക്കാൻ പറ്റൂല, അത്രക്കും ജനങ്ങളാ. പുറത്ത് കണ്ടിട്ടില്ലേ? കണ്ടു ഇങ്ങോട്ട് കേറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും പാർസലും കാര്യമൊക്കെ പോകുന്നുണ്ടല്ലേ? ഒരു ദിവസം നിങ്ങൾ എത്ര ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്? നമ്മൾ ഇവിടുന്ന് 2000 ബിരിയാണി എടുക്കുന്നുണ്ട് ദിവസം. മറ്റേ വെള്ളി, ശനി, ഞായർ 2000, ബാക്കിയുള്ള നോർമൽ 1500 ബിരിയാണി. പക്ഷെ ഇത് ഇവിടെ നമുക്ക് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ജനങ്ങൾ ഇതിൽ കൂടുതൽ ഒഴുകി വരികയാണ്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. ഒരു പോസിറ്റീവ് വൈബാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത്രയും നമ്മളിപ്പോ തുടങ്ങിയിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും ഫേമസ് ആയി, ഇത്രയും ആൾക്കാർ അറിഞ്ഞു വരുന്ന പല സ്ഥലത്തും, അബുദാബിന്ന് വരുന്നുണ്ട്, അജ്മാൻ, എല്ലാരും ഭയങ്കര ഒരു പോസിറ്റീവ്. ഒരു തുടങ്ങിയപ്പം തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടായത് വളരെ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. ഇവിടെ അൺലിമിറ്റഡ് റൈസാണ്. വേണ്ട ആവശ്യത്തിന് ഫുള്ള് വയറിനകത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോവാ. നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ബിരിയാണി അതാണ് എടുത്തത്. ആ സ്നേഹം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി. ഓക്കെ താങ്ക് യു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരയ്ക്കും ധന്യ സൈനിങ് ഓഫ്.